വാസു എന്തോ എടാ തെണ്ടി ഇവിടെ തന്നെ കാണും. നീ ടൂൾസ് ഒക്കെ റെഡിയാക്കി വെച്ചോ. ഞാൻ തിരിച്ചോടി വരുമ്പോ അപ്പൊ തരണം. സാധനം റെഡി. മുതലാളി ഒന്ന് കൈ നീട്ടിയാ മാത്രം മതി. അസോസിയേറ്റഡ് ഡയലോഗ് ഉണ്ടാ? ആശാനി വേഷം പൊളപ്പനായിട്ട് ചേരണ്. പക്ഷെ നിനക്ക് ഈ വേഷം തീരെ ചേരണില്ല. എല്ലാം ഹിന്ദിക്കാരാണല്ലോ. ഭായ് ഹറാമി രതീഷ് കുമാർ കോ ദേഖാ? ഹിന്ദി മാലും നഹി. അച്ഛാ എന്നെ വിളിച്ചു കുഞ്ഞാടെ. അച്ചോ ആ രതീഷ് എന്ന് പറയുന്നത് ഈ പടത്തിലുണ്ടോ? അയ്യോ ഉണ്ട്. ഇന്ന് വന്നില്ല എന്നാ തോന്നണേ. അവരെ കണ്ടാ പറഞ്ഞാലേ അവന്റെ കയ്യും കാലും ഞാൻ വെട്ടിയെടുക്കുമെന്ന്. ഇതാ സിംഗിനോട് പറയാറുന്നില്ലേ? അതിനാ പൊട്ട സിംഗിന് ഹിന്ദി അറിയണ്ടേ? ഗോഡ് ബ്ലെസ് യു. എന്താ ഞാൻ സിംഗിനോട് പറഞ്ഞതാ. സിംഹാസനേ. കഷ്ടം, അയാളെ സോപ്പിട്ട് പടം എടുപ്പിക്കായിരുന്നു. ഇതെന്തിന് അഡ്വാൻസ്? ഇങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. വരുന്നുണ്ടോ താഴേക്ക്? അച്ഛൻ കാണിച്ചത് പോക്കർത്തരം മാത്രമല്ല, ചെറ്റത്തരവും തെണ്ടിത്തരവും. വിട്ടുകള കണ്ട എംബോക്കയുടെ കൈ കൊണ്ട് ചാകുന്നതിലും ഭേദം സ്വന്തം കെട്ടിയുടെ കൈ കൊണ്ട് ചത്തുവെന്ന് കേൾക്കുന്നതാ. ഇങ്ങോട്ട് ഇറങ്ങി വാ മനുഷ്യ. ദയവായി എന്നെ ജീവനോട് വിടണം. ആ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്ക. ഇനി കാശ് ചോദിച്ചാൽ തിരിച്ചേരില്ല. കിട്ടിയ റോളെങ്കിലും അഭിനയിക്കാൻ ഒരു ശരീരം വേണം. പിച്ചക്കാരന്റെ റോൾ ഉണ്ടെങ്കിൽ അതെടുത്താ മതി. ആ അവറാച്ചൻ കൈയും കാലും വെട്ടിയാ അതൊരു ഗുണമായിട്ടേ വരൂ. ഷൈൻ ചെയ്യാം. നിന്റെ അയ്യോ എന്റെ ഈശ്വര, ഇനി എന്തൊക്കെ കുഴപ്പങ്ങളാണാവോ വരാൻ പോകുന്നതെന്ന് കണ്ടറിയണം. എത്രയും പെട്ടെന്ന് അയാളെ കണ്ടൊരു ജാമ്യാപേക്ഷ കൊടുക്കണം. വേറെ മാർഗമില്ല. അതെ, അച്ഛനാണെന്ന് ഞാൻ നോക്കൂല. ഒരു ഏറങ്ങട് തന്നിട്ടല്ലോ. ഞാൻ ആലോചിച്ചിട്ട് ഇത് വെറും ഒരു ജാമ്യാപേക്ഷയിൽ തീരുമെന്ന് തോന്നുന്നില്ല. ഇതിന് മറ്റൊരു മാർഗമാണ് നല്ലത്. അച്ഛൻ കൽപ്പിച്ചതും പാല്, മകൻ ഇച്ഛിച്ചതും പാല്. ആ പാലിൽ അവറാച്ചൻ വെണ്ണ പോലെ അലിയും. എന്നാ പിടിയടാ, നീ തന്നെ പോയി നിന്റെ അച്ഛന്റെ കൈയും കാലും വെട്ടിക്കൊണ്ടു. അതേ ഉള്ളൊരു മാർഗം. എന്റെ പണി കുറഞ്ഞു കിട്ടും. അങ്കിൾ, ചേട്ടാ കാശ് ഇന്ന് വരും, നാളെ പോവും. പക്ഷെ കൈയും കാലും പോയാൽ പിന്നെ വരില്ല. ചേട്ടൻ അച്ഛന് കൊടുത്ത പണം അത് എന്റെ ചിട്ടി വട്ടത്തിലെ ഉടൻ ഞാനവിടെ തന്നേക്കാ. എത്ര നാളായ ചിട്ടിയാ? നല്ല ഫ്രഷ് ചിട്ടി. ഇന്ന് രാവിലെ ചേർന്നേ ഉള്ളു. പട്ടി അപ്പ പറഞ്ഞോലെ. പണത്തിന്റെ കാര്യം മാത്രമല്ല, ലീനയുടെ സങ്കടമൊക്കെ മാറ്റി ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിട്ടാ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നേ. അതെന്താണാവോ ഇത്ര വലിയ കാര്യം? എന്തെന്നറിയോ? അതായത് ചേട്ടന്റെ മകൾ ലീനയുടെ വിവാഹത്തിന് ഒരു 25 ലക്ഷം രൂപയെങ്കിലും ചെലവാകില്ലേ? അത് ഞങ്ങൾ ലാഭിച്ചു. മനസ്സിലായില്ല. മനു ലീനയ്ക്ക് വേണ്ടി 100 കണക്കിന് SMS അയക്കുന്ന വിവരം അറിഞ്ഞപ്പോൾ മുതൽ ലീനയുടെ മനസ്സിൽ സ്നേഹത്തിന്റെ SMS മുളയ്ക്കാൻ തുടങ്ങി. അത് ആ കുട്ടി മനുവിന് അയച്ചുകൊണ്ടേയിരുന്നു. മനു തിരിച്ചും. ഞാൻ പറയും. ഇപ്പോ സംഗതിയുടെ ഫോർമാറ്റ് ഇത്തിരി കടുപ്പത്തിലാണ്. ഒരുമിച്ച് ജീവിക്കാനാണ് ഫൈനൽ റൗണ്ടിൽ അവര് തീരുമാനിച്ചിരിക്കുന്നത്. എന്തോ ചേട്ടൻ ഒരു പിടിയും കിട്ടിയില്ല. എന്താടി അവരീ പറഞ്ഞ SMS-ന്റെ കാര്യം നേരാണാ? നോട പറഞ്ഞ തല ഞാൻ തല്ലി പൊളിക്കും. കേട്ടത് നേരാണോന്ന്? ഡ്രം അടിക്കും പോലെ ഒരു ശബ്ദം. താങ്ക് യു. എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ. പിന്നുള്ള 4 ആമ്പിള്ളേരാ. മോൾ എന്ത് ആഗ്രഹിക്കുന്നു അതാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. പിന്നെ ഒരു കണ്ടീഷൻ ഞാൻ പറയും. എയർ കണ്ടീഷൻ ആണോ? അതനുസരിക്കണം. എന്ത് കണ്ടീഷൻ പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഈ കണ്ടീഷൻ ശരിയാവില്ല. എടാ, എന്തുമാത്രം നേർച്ച നേർന്നിട്ടാ നീ ജനിച്ചതെന്നറിയോ? മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തിയിട്ടാടാ നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. നീ ഇപ്പൊ മതം മാറുമെന്ന് പറഞ്ഞ? മിശ്ര വിവാഹം ആവുമ്പോ ഒരാള് മതം മാറണം. എങ്കി അവള് മാറട്ടെ. അതെങ്ങനെ പറയും? അവളുടെ അച്ഛൻ 5 ലക്ഷം രൂപ പറ്റിച്ചത് എന്റെ അച്ഛനല്ലേ? ഈ അച്ഛൻ കാണിച്ച തെണ്ടിത്തരത്തിന് ഇതേ ഉള്ളു പരിഹാരം. അല്ലെങ്കിൽ ശീർഷാസനം ചെയ്യാൻ തല കാണില്ല, ആസനം മാത്രമേ കാണൂ. അത് മതിയെങ്കിൽ ഞാൻ ഒഴിഞ്ഞോളാം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. കുരിശ് പച്ചൂത്തിയതാ. പേരും സെലക്ട് ചെയ്തു. പള്ളിയിലിട്ടിരിക്കുന്ന പേര് മാനുവൽ എന്നാ. നിങ്ങൾക്ക് എന്നെ മനു തന്നെ വിളിക്കാം. കൊള്ളാം.
കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് മാമോദിസ മംഗലൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനിയും മനസ്സമ്മതം ഉടനെ തന്നെ ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. ഇതെന്താ മുൻകൂറ്? ഇതൊക്കെ ആ സമയത്ത് തന്നാ പോരെ? പ്രിയ ഈ ഹോസ്പിറ്റലിൽ വിടാൻ പോവാ. അയ്യോ, കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ശരിയായിട്ടുണ്ട്. ഇവിടുത്തെ അത്ര തിരക്കും ബഹളവും ഒന്നും ഇല്ലാത്ത സ്ഥല. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? അങ്ങനെ തീരുമാനിക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ദേ, ഇത് ഓർമ്മയുണ്ടോ? ഹായ്, ഇത് ഞാനിവിടെ കണ്ടല്ലോ. ഇത് ഞാൻ തന്നതാ. ഇതിപ്പോ തിരിച്ചു കിട്ടി. ചവറ്റുകൊട്ടേന്ന്. ഇതിലെന്താണ്? ഇതോ? ഇതൊരു മനസ്സാ. ഓ, എക്സ്റേ ഹാർട്ടിന്റെ. നീ വന്നിട്ടൊരു ബൈ പറഞ്ഞിട്ട് പോവാന്ന് കരുതി കാത്തിരുന്നതാ. അപ്പൊ കാണാം. ശരി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അപ്പച്ച. ഇപ്പോഴും എപ്പോഴും അപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓഹോ, ആഹാ, താങ്കളെ ഈ ജന്മത്തിന് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇനിയിപ്പോ എപ്പോഴും കാണാല്ല. പിന്നെ ഇരിക്കേ, ഇടികൂടല്ലേ? ഓരോന്നൊഴിക്കട്ടെ. യൂ വേണ്ട, പിന്നെ മതി. അതെ, എനിക്കൊരു സംശയമുണ്ട് അപ്പച്ച. അയ്യോടാ, എന്താ മോനത്? ഞാനിഞ്ഞ ഏത് ഇടവഴിയിലെയാ, അല്ല ഇടവകയിലെയാ? മോനിനി ഏതടവക വേണേലും ആകാം. അപ്പൊ ഈ മനസ്സമ്മതം അത് ഉടനെ നടത്തണം. എന്റെ ഈ വിലയേറിയ അഭിപ്രായത്തിൽ വരുന്ന കുരുത്തം കെട്ട കുരുത്തോല പെരുന്നാളിനകം നടത്തണം. ഈ പിണ്ടി പെരുന്നാളിന്റെ അപ്പച്ചമാരെ മുമ്പ് വെച്ച്. എന്തിനാ അത്രയും താമസം? ദേ ഇപ്പൊ തന്നെ നടത്താം. മോളെ ലീനേ, ഈ മനുവിനെ കല്യാണം ഈ മാനുവലിനെ കല്യാണം കഴിക്കാൻ നിനക്ക് ഇഷ്ടമാണോ? ആംഗ്യം കാണിച്ചാ പോരാ, പറയണം. പറ മോളെ. അല്ല. ഇതല്ല സ്വയം തുണിയുരിഞ്ഞ് കിണറ്റിച്ചാടി എന്ന് പറഞ്ഞ അവസ്ഥയായി. എടാ രസീത് കുമാരാ, എന്നെ പറ്റി 5 ലക്ഷം രൂപയും വാങ്ങിച്ച് എന്റെ മോള് നെഞ്ചുപൊട്ടി കരയുന്നത് ടിവിയിലൂടെ ലോകം മുഴുവൻ എലിക്കാസ്റ്റ് ചെയ്തവരല്ലടാ നിങ്ങളൊക്കെ. ഞങ്ങളുടെ വേദനയും നാണക്കേടും കുറച്ചു ദിവസം കഴിയുമ്പോ അങ്ങ് മാറും. പക്ഷെ ഈ നാണക്കേട് എന്നും ഉണ്ടാവും, എന്നും. പെണ്ണ് കെട്ടാൻ വേണ്ടി മതം മാറി നാറിപ്പോയെന്ന് നാട്ടുകാര് പറഞ്ഞു ചിരിക്കും ജീവിതകാലം മുഴുവൻ. ഇത്രയും വലിയ ചതി വേണ്ടായിരുന്നു അവർ. തെണ്ടി നാവിയാൻ പിഴുതെടുക്കും. ഇറങ്ങണ എന്റെ വീട്ടിൽ. ഇതിന്റെയൊക്കെ മറുപടി തരാൻ അറിയാൻ പാടില്ല. എന്റെ അച്ഛനൊരു തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് ക്ഷമിക്കല്ല. വാ, എല്ലാം കൂടെ അങ്ങ് ക്ഷമിച്ചു.